ഹേയ് ഹലോ ഗുഡ് മോർണിംഗ്. ഞാൻ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഇത് ഗുഡ് നൈറ്റായി മാറിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് 6 മണിയാകുമ്പോൾ എൻ്റെ അലാറം അടിക്കും കേട്ടോ. പക്ഷേ എന്നാലും ഞാൻ കുറച്ച് നേരം ഇവിടെ കിടന്നുറങ്ങിയിട്ട് പിന്നെയും 6:45 6:30 കഴിയുമ്പോഴൊക്കെ എടുത്ത് ഫോൺ നോക്കി സമയമായോ എന്നൊക്കെ നോക്കിയിട്ട് എഴുന്നേൽക്കുന്ന കാഴ്ചയാണിത്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ബ്രഷ് ചെയ്യാൻ വന്നു. ബ്രഷ് ചെയ്ത് ഫേസ് വാഷും ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ നേരെ താഴോട്ട് പോകുന്നത്. ഈ സമയം ഈശാൻകുട്ടൻ നല്ല ഉറക്കമായിരിക്കും. അവൻ എഴുന്നേൽക്കത്തൊന്നുമില്ല കേട്ടോ. ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ചെന്ന് അവനെ വിളിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവൻ എന്നെ ബാത്റൂമിൽ പോകാനോ പല്ല് തേക്കാനോ ഒന്നും സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഞാനാണെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് അവനെ ചെന്ന് വിളിക്കുക. അപ്പോൾ ഫേസ് വാഷൊക്കെ ഇട്ട് മുഖമൊക്കെ കഴുകി. ഈ ശീലമൊന്നും എനിക്കില്ലായിരുന്നു. പിന്നെ ഇപ്പം ഇതൊക്കെ എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചാൽ പ്രായമാകും തോറും നമ്മളെ സംരക്ഷിക്കേണ്ടേ, അതുകൊണ്ട് മാത്രം തുടങ്ങിയ ഒരേ ശീലങ്ങളാണ് ഇതൊക്കെ. പിന്നെ വിഷ്ണുട്ടൻ്റെ കൂടെ കൂടി ഇതൊക്കെ തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. ഏട്ടൻ ഇതൊക്കെ ഭയങ്കര പഞ്ച്വലായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഗേറ്റ് തുറന്ന് നോക്കിയപ്പോഴെന്ന് വിൻഡോ തുറന്നു. വിൻഡോ ഭയങ്കര വാക്കുകളൊക്കെ ആയിപ്പോയി. ജനൽ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു വെളിയിൽ. നല്ല രസമാണല്ലേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ നല്ല മഴ പെയ്യുന്നത്. പക്ഷേ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. രാവിലെ നമുക്ക് എഴുന്നേൽക്കാനേ തോന്നില്ല ഈ തണുത്ത കാലാവസ്ഥയിൽ. ഇനി നേരെ താഴോട്ട് ചെല്ലണം. താഴോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അമ്മ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഈശാൻകുട്ടനുള്ള കഞ്ഞിയൊക്കെ അമ്മ വിൽക്കും. അപ്പോൾ ഇനി നേരെ താഴെ ചെന്നിട്ട് അടുക്കള പരിപാടി നോക്കണം. ഇന്ന് ഇഡ്ഡലി സാമ്പാറും ആയിരുന്നു. സാമ്പാർ വെക്കണം. അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. നേരെ മുറ്റത്ത് വന്ന് മുറ്റത്ത് നോക്കിയപ്പോഴും ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. നല്ല രസമാണ് ഈ സമയത്ത്. ഒരു ജോലിയും ചെയ്യാതെ ഫുഡ് കിട്ടിയാൽ അത്ര സന്തോഷമാണ് നമുക്ക്. അത് കഴിഞ്ഞ് നേരെ വന്ന് ആ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് മീൻ വെട്ടാനുണ്ടായിരുന്നു. നമ്മൾ തലേദിവസം മേടിച്ച് ഫ്രിഡ്ജ് വെക്കും കഴിവതും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ രാവിലെ അപ്പോൾ ആ പണി അങ്ങ് തീരുവേ. മീൻകാരല്ലെങ്കിൽ ഉച്ചയൊക്കെ ആകുമ്പോഴേ വരത്തുള്ളൂ. അതുകൊണ്ട് രാവിലെ പണി തീർക്കാൻ വേണ്ടി മിക്ക ദിവസങ്ങളും ഞാൻ തലേദിവസം മീൻ മേടിച്ച് ഫ്രിഡ്ജ് വെക്കാറുണ്ട്. ടോയ്സ് എല്ലാം നിർത്തി അവൻ അവൻ്റെതായ കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതെല്ലാം നിർത്തി സാമ്പാറിനുള്ള മത്തങ്ങയെല്ലാം കട്ട് കാര്യം അവനെ നിർത്തിയിടാൻ മാത്രമേ അറിയത്തുള്ളൂ സാറേ, പെറുക്കി വെക്കാൻ അറിയത്തില്ല എന്ന കൺസെപ്റ്റിലാണ്. അപ്പോൾ ബാക്കി ഊണ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം.